ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കോഴിക്കോട് RSSും പോപ്പുലർ ഫ്രണ്ടും നേർക്കുനേർ. RSSന്റെ കൂറ്റൻ റാലിയെ തടഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെ ചുരുക്കം ചില പ്രവർത്തകർ മാത്രം. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്ന ആരോപണത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോഴിക്കോട്ടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസിലേക്ക് RSS BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിന് നേരെ പോപ്പുലർ ഫ്രണ്ടിന്റെ ചുരുക്കം ചില പ്രവർത്തകർ പാഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും വർഗീയവൽക്കരിക്കാനുള്ള RSSന്റെ അജണ്ടയാണ് ഈ മാർച്ച് എന്നാണ് പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെക്കുന്നുള്ളത്. ദൃശ്യം കാണാം. സാമ്പത്തിക അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്ന കേന്ദ്രത്തിന്റെ ആരോപണം പ്രതിഷേധങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള തന്ത്രപ്രധാനമായ നീക്കമെന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. എന്നാൽ ഈ വിഷയത്തെ രാഷ്ട്രീയ ലാഭമാക്കി നേട്ടം കൊയ്യാനുള്ള RSS BJPയുടെ തന്ത്രപ്രധാനമായ നീക്കമായ മാർച്ചിനെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ചുരുക്കം ചില പ്രവർത്തകർ മുദ്രാവാക്യ വിളിയോടുകൂടി തടഞ്ഞു നിർത്തിയത്. RSSും പോപ്പുലർ ഫ്രണ്ടും നേർക്കുനേർ വരുന്ന കാഴ്ചയാണ് ഇന്ന് കോഴിക്കോട് സമ്മാനിച്ചത്. എന്നാൽ പോലീസ് ബലം പ്രയോഗിച്ചതോടെ ഇരുഭാഗങ്ങളിലുമായി ഉയർന്ന മുദ്രാവാക്യ വിളിയിൽ പ്രതിഷേധം ഒതുങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.